എൻ്റെ ചാനലിൽ നല്ല ഒരു പണി കിട്ടി. കഴിഞ്ഞ ദിവസം ചാനലിൻ്റെ സ്ട്രൈക്ക് വന്നത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കാണ്. അപ്പോൾ നോർമലി എല്ലാവർക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ വരുമ്പോൾ ഭയങ്കര പേടിയാണ്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് പോട്ടെ, കോപ്പിറൈറ്റ് ക്ലെയിം, നോ ഇമ്പാക്റ്റ്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് പേടിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ വറീഡാവേണ്ടത് ഈ കോപ്പിറൈറ്റിൻ്റെ കൂടെ സ്ട്രൈക്ക് എന്നുണ്ടെങ്കിലാണ്. എനിക്ക് വന്നത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കാണ്. എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നത്, അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ആദ്യം തന്നെ നിങ്ങൾ ഈ കോപ്പിറൈറ്റ് ക്ലെയിം അല്ലെങ്കിൽ കോപ്പിറൈറ്റ് നോ ഇമ്പാക്റ്റ് ഈ സാധനങ്ങളൊന്നും കണ്ട് വലിയ രീതിയിൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ചാനലിൽ അങ്ങനെ സാരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇടുന്ന ഇപ്പം മ്യൂസിക്കിനായിരിക്കും മിക്കവാറും വരുന്നുണ്ടാവുക. അപ്പം മ്യൂസിക്കിന് ക്ലെയിം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിഹിതം അവർക്ക് ഷെയർ ചെയ്യുക എന്നിങ്ങനെയുള്ള കുറച്ച് പോളിസീസാണ് പറയുന്നത്. പക്ഷെ അത് നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ അത്രമാത്രം സമ്പാദിക്കുന്നൊന്നുമില്ലല്ലോ. സാധാരണക്കാരെ കുറിച്ച് പറഞ്ഞിട്ടാ. അപ്പോൾ ആ വലിയ പ്രശ്നം വരില്ല. അവരെ സംബന്ധിച്ചോളം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് 100-200 ആൾക്കാർ ഇതുപോലെ അവരെ മ്യൂസിക് എടുത്ത് ഉപയോഗിക്കുന്നു, അവരതിന് ക്ലെയിം കൊടുക്കുന്നു. അതിനൊരു വരുമാനം അവർക്ക് വരുന്ന സമയത്ത് അവർ ഈ ഉണ്ടാക്കിയ മ്യൂസിക്കിന് അർഹമായ ഒരു പൈസ അവർക്ക് കിട്ടണമല്ലോ. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഒരു സാധനം ഉണ്ടാക്കിയാൽ മറ്റുള്ളവരെ അടിച്ചു മാറ്റി വീഡിയോ എടുക്കുമ്പോൾ നമുക്കും വിഷമമുണ്ടാവില്ലേ. അതാണ് സംഭവം. അത് പലരും ക്ലെയിം കൊടുക്കുന്നത് അതുകൊണ്ടാണ്. കാരണം അവർക്കും അറിയാം സാധാരണ ക്രിയേറ്റേഴ്സാണ്, അവരെ ബുദ്ധിമുട്ടിക്കേണ്ട. അവർ വേണമെങ്കിൽ സ്ട്രൈക്ക് തരേണ്ട ഓപ്ഷനൊക്കെ ഉണ്ട്. സ്ട്രൈക്ക് മിക്ക ആൾക്കാരും കൊടുക്കില്ല, ചില ആൾക്കാർ മാത്രമേ സ്ട്രൈക്ക് കൊടുക്കുള്ളൂ. എനിക്ക് വന്നത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കാണ്. അപ്പോൾ അത് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ കുറേ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ബ്ലഡ് കാണിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ വെച്ച് മാത്രം ലൈവ് ചെയ്യുക. അപ്പോൾ ആ സമയത്തൊക്കെ ചില ആൾക്കാർക്ക് സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ കമ്മ്യൂണിറ്റി, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് സാരമായി ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ വിഷ്വൽസ് കാണിക്കുമ്പോഴാണ് പലപ്പോഴും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വരുന്നത്. അപ്പോൾ എനിക്കെന്തിനാണ് വന്നത്? എനിക്ക് വന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലിട്ടിട്ട് അതിന് ലിങ്കാണ് കൊടുക്കുക. അപ്പോൾ ഞാനതിലൊരു അറിയാതൊരു അബദ്ധം കാണിച്ച്. അബദ്ധം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ബട്ടൺ വരുന്ന ഒരു ആനിമേഷൻ ഉണ്ടല്ലോ, അതെങ്ങനെ ഗ്രീൻ സ്ക്രീനൊക്കെ കളഞ്ഞ് നമ്മൾ ആനിമേഷൻ വീഡിയോയിൽ കൊണ്ടുവരാം എന്നുള്ളൊരു ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യണമല്ലോ നമുക്ക്. അപ്പോൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ആപ്പ് ഞാൻ എന്ത് ചെയ്തു, ഈ വീഡിയോയിൽ കാണിച്ചു. ആ സാധനമാണ് പ്രശ്നം വന്നത്. പക്ഷെ ഞാനത് അത്ര ഓർത്തില്ല. ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻസൊക്കെ കാണിച്ചു കൊടുത്തു, വീഡിയോ അപ്ലോഡ് ചെയ്ത് ക്ലാസ്സുള്ളവർക്കൊക്കെ അയച്ചു കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോണ്ട് ഒരു സംഭവം വന്നിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം അയ്യോ, 8ൻ്റെ പണി കിട്ടി. കാരണം എന്താ വെച്ചാൽ ചില സമയത്ത് ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നാൽ ഒന്നിലധികം ഒന്ന് വന്നാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. 2 വന്നു കഴിഞ്ഞാൽ ചാനൽ ഫ്രീസ് ആവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വീഡിയോ ഇട്ടാലും 20, 30, 40, 50 അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല. ഇത് ഞാൻ ഇവിടുന്ന് വായിച്ചു പഠിച്ചു എന്നല്ല, നമ്മൾ മറ്റൊരു ചാനലിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അങ്ങനെ 2 വന്നല്ലോ. അപ്പോൾ ആദ്യത്തെ സ്ട്രൈക്ക് പോകാൻ 90 ദിവസം എടുക്കും, രണ്ടാമത്തെ സ്ട്രൈക്ക് പോകാൻ വേണ്ടിയിട്ടും 90 ദിവസം എടുക്കും. അപ്പോൾ ടോട്ടൽ ഒരു 180 ദിവസത്തിൻ്റെ കാലാവധി എടുക്കും ഇത് സ്ട്രൈക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കോപ്പിറൈറ്റ് സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് കുറേ അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കും, കുറേ വീഡിയോസ് കാണിച്ചു തരും. അപ്പോൾ അതിലൊക്കെ മറുപടി ചെയ്തിട്ട് അതും ക്ലിയർ ആയി കഴിഞ്ഞാൽ 90 ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ട്രൈക്ക് പോവുമെങ്കിലും ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ വീണ്ടും എന്തെങ്കിലും പണി ഒപ്പിച്ചാൽ ചാനൽ ഉറപ്പായിട്ടും ടെർമിനേറ്റ് ആയിട്ട് പോകും. അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ലെങ്കിൽ ഈ ഗൈഡ് ലൈൻ സ്ട്രൈക്സ് ഒക്കെ ആണെങ്കിൽ അധികമായിട്ട് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. അതുമാത്രമല്ല, ഈ ഫ്രീസ് ആവുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫ്രീസ് ആവുമെന്ന് പറഞ്ഞാൽ ഈ 90 ദിവസം അല്ലെങ്കിൽ 180 ദിവസമൊക്കെ ഫ്രീസായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചാനൽ വീഡിയോ ഇടാനും മൂടുണ്ടാവില്ല, ഒന്നിനും മൂടുണ്ടാവില്ല. കാരണം വ്യൂസ് വരില്ല, എങ്ങനെ വന്നാലും വരില്ല. അപ്പോൾ ഇത് സ്ട്രൈക്ക് വന്നാൽ ഇതുപോലെ വ്യൂസ് വരാണ്ടിരിക്കും. അതുപോലെ ഈ യൂട്യൂബിൽ തന്നെ മറ്റൊരു പരിപാടിയുണ്ട്, ഷാഡോ ബാൻ എന്നൊക്കെ പറഞ്ഞുള്ള പരിപാടിയുണ്ട്. ഈ ഷാഡോ ബാൻ അങ്ങനെ എല്ലാവർക്കും അറിയുന്ന കാര്യം നോക്കില്ല, എന്നാലും അതിൽ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. ഷാഡോ ബാൻ ഇല്ല, അത് നമ്മൾ ചില ആളുകൾ ക്രിയേറ്റ് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷാഡോ ബാൻ എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് കയറുകയില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കാത്ത എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയാണ് ഈ ഷാഡോ ബാനൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് പലരും പറഞ്ഞത് എൻ്റെ ചാനൽ ഫ്രീസായി, എൻ്റെ ചാനലിൽ വ്യൂസ് വരുന്നില്ല എന്നുള്ളതൊക്കെ. ഷാഡോ ബാനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം.
അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ സ്ട്രൈക്ക് വന്നതുകൊണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ചെറുതായിട്ട് വ്യൂസ് കുറയുന്നുണ്ട്. ഇനിയിപ്പോൾ സ്ട്രൈക്കിൻ്റെ ആണോ അതോ ഇപ്പോൾ നോമ്പ് നടക്കുകയാണല്ലോ, നോമ്പിൻ്റെ ഒരു ടൈമിങ്ങിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഞാനൊന്ന് രാവിലേക്ക് ടൈം മാറ്റി നോക്കുകയാണ്. സാധാരണ രാത്രി 7 മണിക്കാണ് ഇടുന്നത്. അത് നേരെ മാറ്റിയിട്ട് രാവിലെ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം സ്ട്രൈക്കിൻ്റെ എഫക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. എനിക്കിപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സാഫ് സ്റ്റോക്ക് പോയാലും മറ്റോ ചാനൽ തുടങ്ങിയാലും എന്തായാലും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീണ്ടും പഴയതുപോലെ വരാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ആണ് എനിക്ക് വലിയ പ്രശ്നമില്ല. അത് ടെൻഷനുണ്ട്, എന്നാലും വലിയ പ്രശ്നമില്ലാത്ത അതുകൊണ്ടാണ് എനിക്ക് ഇനിയും ചാനൽ തുടങ്ങിയാലും ഞാൻ ഇതുപോലെ തന്നെ സക്സസ് ആക്കി എടുക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളും ഗ്രാജുവലി ഇതൊക്കെ പഠിക്കും. നിങ്ങളൊരു ചാനൽ പോയാൽ മറ്റോ ചാനൽ ഇതുപോലെ തന്നെ ബിൽഡ് ചെയ്തെടുക്കാനൊക്കെ ഉള്ള കോൺഫിഡൻസൊക്കെ നിങ്ങൾക്കും വരും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. മെല്ലെ മെല്ലെയായിട്ട് നമ്മൾ പഠിക്കുക തന്നെയാണ്. ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ച് വരിക. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും സക്സസ് ആവട്ടെ. എൻ്റെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ചെറിയൊരു വീഡിയോ ചെയ്തെന്ന് മാത്രം.